ശ്വാസത്തിലും നീ അവന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. ഓരോ ചുവടുവെപ്പിലും അവന്റെ കൃപ നീ തേടിക്കൊള്ളുക. അവന്റെ കൽപ്പനക്കനുസരിച്ചാകുന്നു ഭൂമിയും ആകാശവും നിലകൊള്ളുന്നത്. ആകാശഭൂമിയിലുള്ളതെല്ലാം അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. അവൻ കാലത്തിന് അതീതനും സമാനതകളില്ലാത്തവനുമാണ്. അവന്റെ പക്കലാകുന്നു അദൃശ്യ കാര്യങ്ങളുടെ ഖജനാവുകൾ. സർവ മനുഷ്യരുടെയും നാഥനാണവൻ, സർവ മനുഷ്യരുടെയും രാജാവാണവൻ. എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന സർവ മനുഷ്യരുടെയും ഒരേയൊരു രാജാവ്. അതിനാൽ പൂർണ്ണ തൃപ്തിയോടെ നീ പറയുക, എനിക്ക് അല്ലാഹു മതി. ഭരമേൽപ്പിക്കാൻ ഏറ്റവും അനുയോജ്യനായവൻ അവനാകുന്നു. സാഷ്ടാംഗം നമിക്കാൻ ഏറ്റവും അനുയോജ്യനായവൻ അവനാകുന്നു. നിനക്ക് ചുറ്റുമുള്ള ഒരാളുടെയും കൈകളിലല്ല നിന്റെ ജീവിത ഭാവി. നിന്റെ ജീവിതവും ഭാവിയും അല്ലാഹുവിന്റെ കൈകളിൽ മാത്രമാണ്. നിങ്ങളെ അല്ലാഹു സഹായിക്കുന്ന പക്ഷം നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. അവൻ നിങ്ങളെ കൈവിട്ട് കളയുന്ന പക്ഷം അവന് പുറമെ ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത്? അതിനാൽ സത്യവിശ്വാസികൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. അറിയുക, ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് ചേർന്ന് നിനക്കൊരു ഉപകാരം ചെയ്യാൻ ശ്രമിച്ചാലും അവർക്കതിന് സാധ്യമല്ല. അല്ലാഹു നിനക്ക് വേണ്ടി രേഖപ്പെടുത്തിയ ഉപകാരം മാത്രമല്ലാതെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് ചേർന്ന് നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ ശ്രമിച്ചാലും അവർക്കതിന് സാധ്യമല്ല. അല്ലാഹു നിനക്ക് വേണ്ടി രേഖപ്പെടുത്തിയ ഉപദ്രവം മാത്രമല്ലാതെ. ആകയാൽ ആവശ്യങ്ങളിലും വൈഷമ്യങ്ങളിലും ആശങ്ക വേണ്ട. ഒരിക്കലും മരിക്കാതെ ജീവിക്കുന്നവനെ നീ ഭരമേൽപ്പിക്കുക. പരാശ്രയമുക്തനാണവൻ. എല്ലാ നിലയിലും ഏകത്വം അവകാശപ്പെടാൻ സാധിക്കുന്നവൻ. അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. അവൻ പിതാവോ പുത്രനോ അല്ല. അവന്റെ സന്താനമോ അവതാരമോ ആയി യാതൊന്നും ഇല്ല തന്നെ. അവനാണ് സൃഷ്ടികളുടെ മുഴുവൻ രക്ഷിതാവും പരിപാലകനും. അവനാകട്ടെ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാകുന്നു. ജീവിതത്തിലുടനീളം അവനിലേക്കാകണം നീ സമർപ്പിക്കേണ്ടത്. നിനക്ക് ആശ്രയം തരാൻ അല്ലാഹു മതി. നിനക്ക് സഹായങ്ങൾ തേടാനും അല്ലാഹു മതി. അല്ലാഹുവിൽ വിശ്വാസമർപ്പിക്കുക. അവനെ ആശ്രയമായി കാണുക. പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാൻ അവൻ നിനക്ക് ശക്തി നൽകും. പ്രശ്നങ്ങൾക്കെല്ലാം അവൻ നിനക്ക് പരിഹാരം നൽകും. അതിനാൽ സന്തോഷപൂർവം പറയുക, ആനന്ദപൂർവം നീ പറയുക, ഞങ്ങൾക്ക് അല്ലാഹു മതി. ഭരമേൽപ്പിക്കാൻ ഏറ്റവും അനുയോജ്യനായവൻ അവനത്രേ.